ഇന്ന് നമുക്ക് ഉടുമ്പൻചോല MLA കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. നമ്മുടെ ഇടുക്കി LGSന്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ആശങ്കകൾ അദ്ദേഹത്തെ അറിയിക്കാനും നിവേദനം സമർപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നെടുങ്കണ്ടത്ത് വരും. ഞാനിവിടുന്ന് രാജക്കാടിന് പോവുകയാണ്. അപ്പോൾ എന്നെ കൊണ്ടാക്കാനായിട്ട് എൻ്റെ അപ്പനും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് നെടുങ്കണ്ടം വരെ അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് പുറപ്പെട്ടു വഴിച്ചെലവിനുള്ള പൈസയൊക്കെ തന്ന് എന്നെ ഇവർ പറഞ്ഞു വിട്ടു. അപ്പോൾ മക്കളെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുക്കി റെഡിയാക്കി കുളിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് മുഖത്ത് പുട്ടി കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് ദേണ്ട ഫിത്തിയിലിട്ടോരയ്ക്കുന്ന പോലെ കൊച്ചിനിട്ടോരയ്ക്കുന്നുണ്ട് അവിടെ. 7:30 ആയപ്പോഴത്തേക്ക് എനിക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം ആമാശയം തണുപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിലുണ്ട്. ഞാൻ കുറച്ച് ഈന്തപ്പഴവും കിക്കാറ്റും വെള്ളവും ഒക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. ആരെ കാണാൻ പോകുമെന്ന് പറഞ്ഞാലും നമ്മുടെ വിശപ്പ് നമ്മൾ തന്നെ നോക്കണമല്ലോ. അങ്ങനെ അവിടെ മാങ്ങയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടപ്പോൾ എൻ്റെ വിശപ്പിളകി ഞാൻ 2 ഈന്തപ്പഴം എടുത്ത് കഴിച്ചു. ആ ഈന്തപ്പഴത്തിൻ്റെ കുരു ഭൂമി ദേവിക്ക് സമർപ്പിച്ചപ്പോഴത്തേക്കും നമ്മൾ നെടുങ്കണ്ടത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരാട്ടോ, നമ്മുടെ ഉടുമ്പൻചോല താലൂക്കിലുള്ളവർ. അവിടെ ചെന്ന് നിന്നപ്പോഴും എൻ്റെ കണ്ണ് മുഴുവനും ചുറ്റും പുറമുള്ള മാവേലും മാങ്ങാപ്പഴത്തേലും പേരയിലും പേരിക്കാപ്പഴത്തേലും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ അച്ചാസൻ്റെ വില തിരിച്ചറിഞ്ഞത്. എൻ്റെ എല്ലാ പൊട്ടത്തരത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. മാവേ കയറാനും മാങ്ങ പറിക്കാനും ഒക്കെ കൂട്ട് നിൽക്കുന്ന ആളാണ്. ഇവിടെ പിന്നെ ഞാൻ LGSകാരുടെ മാനം കളയരുതല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു. 10 മണിയായപ്പോഴത്തേക്ക് MLA വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ ഗൗരവപൂർവ്വമായിട്ട് തന്നെ കേട്ടു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ദേണ്ടിരിക്കുന്ന ഒരു ഗമ പിടിച്ച ആൾ കണ്ടില്ലേ, ഗുമസ്തൻ അതിൻ്റെ ഗമയാണ്. അങ്ങനെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നടത്തി പുറത്തിറങ്ങിയപ്പോൾ ദേണ്ട അവിടെ ഒരു പട്ടിക്കുട്ടി നിൽക്കുന്നത് കണ്ടോ. ഇതിനെയും MLAയുടെ ഡ്രൈവറേയും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരമ്മ പറ്റ അളിയന്മാരാന്നേ പറയത്തുള്ളൂ. ഞാനത് പുള്ളിയോട് പറയുകയും ചെയ്തു. പാവം പിടിച്ച ഒരു കൊച്ചായത് കാരണം കൊണ്ട് തിരിച്ചെന്നെ ഒന്നും പറഞ്ഞില്ല. കണ്ട നിൽപ്പ് കണ്ടാ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് കൈ കാണിച്ച് നിർത്തി എന്നെ കയറ്റിയിട്ടുണ്ട്. ബസ്സിൽ കയറിപ്പോൾ ഇവരെന്നോട് ചോദിക്കുക, ഈ ഒരാൾ കയറാനായിരുന്നു ചേച്ചി ഇത്രയും ബിൽഡപ്പൊക്കെ എന്ന്. നിപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ 10-15 പേരും ഇതിനകത്ത് കയറുമെന്നൊക്കെ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ദേണ്ട എനിക്കുള്ള ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇവർ തന്നെ കൈ കാണിച്ച് നിർത്തി എന്നെ അതിലും കയറ്റി വിട്ടു. സമയം 10:30 ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല. എനിക്ക് അതിൻ്റെതായ നല്ല വിശപ്പുണ്ട് താനും. വരുന്ന വഴിക്ക് കാണുന്ന വീടുകളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ വരുന്ന മണം അടിച്ചിട്ട് ഞാൻ മിരുത്തൻ സിനിമയ്ക്കകത്ത് സോംബികൾ ബ്ലഡിൻ്റെ മണം വലിച്ചെടുക്കില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് വിശന്നാൽ നിങ്ങളല്ലാതാകും എന്നുള്ളത് വെറും ഒരു പരസ്യമല്ല, അതൊരു സത്യമാണ്. ഉച്ചയായി ഞാൻ രാജക്കാട് എത്തിയപ്പോൾ വന്നു ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അന്നേരത്തെ വിശപ്പിൻ്റെ മണ്ടത്തരത്തിൽ സിംഗിൾ മതി ചേട്ടാ എന്ന് പറയാൻ മറന്നുപോയി. അതുകൊണ്ടൊരു ഫുൾ ബിരിയാണി കൊണ്ടുവച്ച് അങ്ങനെ അതും മുഴുവൻ കഴിക്കാൻ പറ്റാതെ അവിടെ ഞാൻ 3G. പിന്നെ എൻ്റെ ചിക്കനും മുട്ടയും ഇനി വരുന്നവർക്ക് എടുത്ത് കൊടുക്കരുതെന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ചിക്കനും മുട്ടയും അതിനകത്ത് പിച്ചി പറിച്ച് ആ പാത്രത്തിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇനി ആർക്കും കൊടുക്കത്തില്ലല്ലോ. പിന്നെ മക്കളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത് കാരണം കൊണ്ട് അവരെ വിളിക്കാനായിട്ട് പോയി. ആ വഴിക്ക് 40 രൂപയ്ക്ക് ഒരു ഓഫ് റോഡ് ട്രിപ്പ് എനിക്ക് തരപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ മക്കളെല്ലാവരും കൂടെ തന്നെ വഴിയിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പെൺകുട്ടികളുടെ ദേശീയ വേഷമായിരിക്കും സ്വന്തം അമ്മയുടെ ലോഹ പോലത്തെ നൈറ്റി. അതും എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വിറകൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. LPG ക്ഷാമല്ലേ. അങ്ങനെ പിന്നെ വീടിൻ്റെ ചുറ്റും പുറമൊക്കെ കറങ്ങി നടന്ന് വീട്ടിലുണ്ടായ പ്രാവശ്യം പൂട്ടും വീട്ടിലെ ചെടിയിലുണ്ടായ പൂവിൻ്റെ മുട്ടും അങ്ങനെ സകല സാധനങ്ങളുടെയും കണക്കെടുപ്പൊക്കെ നടത്തിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാവശ്യം പൂട്ടും കഴിച്ച് കാലുമേ കാലും കയറ്റി വെച്ച് വിശാലമായിട്ടൊരു ഇരുത്തം. ഇവിടുന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി പോയിച്ചു. ഇനി നേരെ